ഒന്നിങ്ങോട്ട് വന്നേളിയാ അല്ലേ അളിയ ഇരിക്കലേ ചായ കുടിച്ചാ അളിയ ചായ കുടിച്ച് അങ്ങോട്ട് ഇറങ്ങണ്ടേ എന്തിട്ട് മനസ്സമാധാനം ഇല്ലാതെ എന്ത് കുടിച്ചിട്ട് എന്ത് കാര്യം ഇത് ഭയങ്കര അപകടമാണ് ഈ പോക്ക് അൻസാർ ഇപ്പോൾ വിളിച്ചിട്ട് വെച്ചേ ഉള്ളൂ അവൻ്റെ ഭാര്യയിൽ നിന്ന് 10,000 രൂപ കടം മേടിച്ചേക്കുന്നു അതിന് മുമ്പ് വന്ന് 2 കോളും അതുപോലെ ബാവുക്കുട്ടനും നടരാജനും ഇവർ 2 പേരുടെ ഭാര്യമാരിൽ നിന്നും പൈസ കടം മേടിച്ചേക്കുന്നു ആര് നീ എടാ ഞാൻ മേടിച്ചേ ഞാൻ നിന്നോടൊന്ന് പരാതി പറയേണ്ട കാര്യമുണ്ടോ പിന്നെ നീ ആരാ കാര്യം പറയണം നീ എന്താണെന്ന് വെച്ചാൽ പറ തുറന്ന് പറ നല്ല മനസ്സിലാവുള്ളൂ നിന്റെ പെങ്ങള് തങ്കം ഇപ്പം എനിക്ക് പരിചയമുള്ളവരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവള് കടം ചോദിക്കാനായിട്ട് എന്തൊരു നാണക്കേടാണിത് ഒരു മര്യാദ വേണ്ട കളിയാ ഇവക്ക് എന്താ പറ്റിയത് അറിഞ്ഞോ ഇന്നലെ പാർട്ടി ഫണ്ടിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ കൊണ്ട് വീട്ടിൽ വെച്ചിരുന്നു ഒരു 50,000 രൂപ അതിൽ നിന്ന് പൈസ എടുത്ത് ഒരു ഉളുപ്പുമില്ലാതെ ഒരു വള വാങ്ങിച്ചിട്ടങ്ങനെ കയ്യിൽ അത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അതിൽ നിന്ന് എടുത്തങ്ങ് ചിലവാക്കിയെന്ന് ഒരു ഇത് വേണ്ട കളിയാ മറ്റേ തൊഴിലുറപ്പിലെ പെണ്ണുങ്ങൾ അവരെന്നെ വിളിച്ചിട്ട് പറയാണ് ക്ലീറ്റസ് ഇവിടെ പണിക്ക് വന്നുകൊണ്ടിരുന്ന അവളിപ്പോൾ എന്ത് വരാത്തത് ചോദിച്ചപ്പോൾ പറയല്ലേ വെയിലുണ്ടാ കറുത്തു പോകുന്നു അവൾ പറയണേ ഇവിടെ നല്ല ചുറുചുറുക്കോടെ വന്നുകൊണ്ടിരുന്നതാണ് അവളാണ് ഞങ്ങളെയൊക്കെ നയിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവളെ കാണാനില്ലല്ലോ എന്ന് അപ്പോൾ ഇവക്ക് എന്താ വെച്ചാൽ പൈസ ഇങ്ങനെ കയ്യിൽ വരണു അവിടെ നിന്നൊക്കെ കടം വാങ്ങിക്കുക അങ്ങ് ചിലവാക്കുക ഒരു കാര്യം നോക്കണ്ട ഓരോ പെണ്ണുങ്ങൾ എന്ത് അന്തസ്സായിട്ടാണ് കുടുംബം നോക്കണത് ഇവക്ക് അങ്ങനെ ഒരു വിചാരമില്ല ദൂർത്തടിച്ചങ്ങ് നടക്കുകയാണ് എന്താ കുറേ ചെടിച്ചട്ടിത് അവിടെ കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വെച്ചേക്കുന്നത് ഒരു കാര്യവുമില്ല പിന്നെ സാരി പിന്നെ കൊച്ചിന് ഉടുപ്പ് ചെരുപ്പ് ഇത് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എങ്ങനെ മനുഷ്യൻ ഒരു ദിവസം എങ്ങനെ ജീവിച്ചു പോകാന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവള് ഒരു നാണമാല ഇല്ലാതെ എങ്ങനെ കടവ് വാങ്ങിച്ച് ചിലവഴിച്ച് ദൂർത്തടിച്ച് ഷേ എങ്ങനെയാളിയാ എങ്ങനെ നീ പറ എൻ്റെ വായിൽ എന്താ നാക്കില്ലേ ഞാനെന്ത് പറയാനാളിയാ നമ്മൾ ഉള്ള കാര്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ 2 ദിവസം മുമ്പ് ഞാൻ അവളെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എനിക്ക് തരാനുള്ള പൈസയ്ക്ക് തരാൻ പറഞ്ഞു അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന് ശേഷം അവൾ ഈ പടി ഒട്ടിയിട്ടില്ല പിന്നെ അവളെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ നമ്മൾ ഓരോന്നും കണ്ടും കേട്ടുമല്ലേ ജീവിക്കുന്നത് നമ്മളെ കൂടെ നിൽക്കുന്ന ആളെ കണ്ടാണ് നമ്മൾ പഠിക്കുന്നത് 10-15 കൊല്ലം നിന്നോടല്ലേ ജീവിക്കുന്നത് ഈ പണ്ടാര പറഞ്ഞ മുല്ലപ്പൂമ്പ് ഏറ്റ് കിടക്കും കല്ലിനുണ്ടാ തോരപ്പിയൊന്നും ഈ പഴഞ്ചൊല്ലി എനിക്കും അറിയാം കേട്ടോ